തെലുങ്കിൽ ബ്രഹ്മയുഗത്തിൻ്റെ മാർക്കറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ട് ശരിക്കും കണ്ണ് തള്ളിപ്പോയിട്ടോ. സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആണ് അവിടെ ഈ ഒരു പടം വിതരണത്തിനെടുത്തത്. ഫുൾ പേജ് പരസ്യം, അതോടൊപ്പം നല്ല രീതിയിൽ തിയേറ്റർ ചാർട്ട് ചെയ്ത് ഈ ഒരു സിനിമയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് തിയേറ്റർ. പിന്നെ പറയാനുള്ളത്, ഇതൊരു തെലുങ്ക് പടമല്ല, മലയാള സിനിമയുടെ ഡബ്ബ്ഡ് വേർഷനാണ് അവിടെ റിലീസാകുന്നത്. അതിന് തന്നെ മികച്ച സ്വീകാര്യത കിട്ടുന്ന രീതിയിലാണ് തിയേറ്റർ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ ശരിയാക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ മലയാള പതിപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. കാരണം ഈ ഒരു സിനിമ മലയാളത്തിൽ നിന്ന് ഇതുവരെയും 16 കോടിക്ക് മുകളിൽ മാത്രമേ നേടിയിട്ടുള്ളൂ. അത് സിനിമ മോശമായിട്ടോ ആൾ കയറാഞ്ഞിട്ടൊന്നുമല്ല. ആൻഡോ കേരളത്തിലെ തിയേറ്റർ പിടിച്ചത് വളരെ കുറവായിപ്പോയി. ഒരു 300 സ്ക്രീനെങ്കിലും വേണമായിരുന്നു ബ്രഹ്മയുഗത്തിന്. എന്നാൽ തന്നെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷനായിട്ട് നല്ലൊരു ഹ്യൂജ് കളക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് സ്റ്റഡി കളക്ഷനോട് കൂടി മുന്നേറുന്ന സമയത്ത് നല്ലൊരു ഫിഗറിലേക്ക് ഈ ഒരു സിനിമയ്ക്ക് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ വീക്കെൻഡ് കളക്ഷൻ കേരളത്തിലേത് കുറച്ച് കുറഞ്ഞു പോയി. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട ആ ഒരു മുതൽ മമ്മൂക്കയുടെ കൂടെ എപ്പോഴും കാണും. എന്നാലോ വേണ്ടത്ര പ്രൊമോഷൻ ചെയ്യൂല, വേണ്ടത്ര സ്ക്രീൻ പിടിക്കൂല, പടം ഹോൾഡ് ചെയ്യൂല, ഫാൻസുകാർക്ക് സന്തോഷിക്കാൻ വകുപ്പുള്ള ഒരു സംഭവം ചെയ്തു കൊടുക്കൂല. ഈ പടം ആൻഡോ ജോസഫിന് പകരം നമ്മൾ ആൻ്റണി പെരുമ്പാവൂരൊക്കെ ആണെങ്കിൽ കേരള കളക്ഷൻ മാത്രം 50 CR എത്തിക്കും. അത്രയും തിയേറ്ററും അത്രയും ഹോൾഡിങ്ങും അത്രയും പ്രൊമോഷനും ചെയ്തിട്ട് സിനിമനെ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ നിലനിർത്തും. ആൻഡോ ജോസഫിൻ്റെ രീതി 4 പോസ്റ്റർ ഒട്ടിക്കുക, മമ്മൂട്ടി എന്നൊരു താരമൂല്യം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കാണാൻ കുറച്ച് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമല്ലോ. ഒരു 3-4 ദിവസം നല്ല കളക്ഷൻ ഉണ്ടാവും. ആ ഒരു കളക്ഷൻ കീശയിലാക്കുക, പിന്നെ എന്താ ആയിക്കോട്ടെ ഈ പടം, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ആൻഡോ ജോസഫ്. ഇനി മമ്മൂക്കനോടാ പറയാനുള്ളത്, എൻ്റെ പൊന്നു മമ്മൂക്ക, ദയവ് ചെയ്ത് ആൻഡോ ജോസഫിന് പടം വിതരണത്തിനോ അദ്ദേഹം പ്രൊഡ്യൂസോ ചെയ്യുന്ന പടത്തിൽ പോയി തല വെക്കല്ലേ. നല്ല എത്ര വിതരണം ചെയ്യുന്ന ടീമുണ്ട്, അവരെ ഏൽപ്പിക്കുക, അവർ അടിപൊളിയാക്കി ചെയ്ത് തരുമോ. GCCയിൽ നിങ്ങൾ ചെയ്യുന്ന ഓക്കെയാണ്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വേറെ ലെവലാണ് ബ്രഹ്മയുഗത്തിന് GCCയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് 4 ദിവസം കൊണ്ട് വീക്കെൻഡ് കളക്ഷനായിട്ട് 32 കോടിയിലേക്ക് എത്താൻ സിനിമയ്ക്ക് സാധിച്ചത്. അതിൽ കേരള കോൺട്രിബ്യൂഷൻ വളരെ കുറഞ്ഞു പോയി. അല്ലെങ്കിൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് കേരളത്തിലും കൂടെ മാർക്കറ്റ് ചെയ്യും. പുതിയൊരു സംരംഭം തുടങ്ങി കേരളത്തിൽ, നിങ്ങൾ വേറെ ലെവലാവും. നമ്മുടെ സപ്പോർട്ട് എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്.